പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായിക വിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ ക്രിക്കറ്റ് പുതുചരിത്രം എഴുതുകയാണ് ഫുട്ബോളിലെ വമ്പന്മാരായ ഇറ്റലി. 2026 T20 ലോകകപ്പിന് യോഗ്യത നേടിയാണ് ഇറ്റലി ചരിത്രം കുറിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. കിലാഫെ, അങ്ങനെ ഇറ്റലി ഒരു ചരിത്രം കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും ചെയ്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറ്റലി, അതായത് ഫുട്ബോൾ രാജാക്കന്മാരായ ഇറ്റലി ക്രിക്കറ്റിൽ ഒരു പുതുചരിത്രം രചിച്ചിരിക്കുകയാണ്. കാരണം 2026 ഇന്ത്യയും ശ്രീലങ്കയും ആതിഥേയം വഹിക്കുന്ന T20 ലോകകപ്പിലേക്കാണ് ഈ ഇറ്റലി ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ICC ടൂർണമെന്റിലേക്ക് ഇറ്റലി യോഗ്യത നേടുന്നത്. കൂടാതെ ഈ കഴിഞ്ഞ മത്സരത്തിൽ, നെതർലാൻഡ്സിനെതിരായ മത്സരത്തിൽ ഇറ്റലി തോറ്റിരുന്നെങ്കിലും എന്നാൽ ഈ സ്കോട്ട്ലൻഡ് നെട്രൻഡന്റെ ബലത്തിലാണ് ഇറ്റലി യോഗ്യത നേടിയത്. ഈ സ്കോട്ട്ലൻഡ് അതേപോലെ തന്നെ ജേഴ്സിയുമായ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് വിജയിച്ചിരുന്നെങ്കിലും എന്നാൽ സ്കോട്ട്ലൻഡിനും ഇറ്റലിക്കും ഒരേപോലെ 5 പോയിന്റ് വീതമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നെറ്റ് റൺ റേറ്റിന് സ്കോട്ട്ലൻഡിനെ പിന്തള്ളി ഇറ്റലി നെറ്റ് റൺ റേറ്റിൻ്റെ കരുത്തിൽ T20 ലോകകപ്പിലേക്ക് യോഗ്യത നേടുകയായിരുന്നു. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് മുൻ ഓസ്ട്രേലിയൻ താരമായിരുന്ന ഇറ്റലിയുടെ നായകൻ ജോ ബെൻസിൻ്റെ മികച്ച പ്രകടനമാണ് ഇറ്റലിയെ ലോകകപ്പിലേക്ക് എത്തിച്ചത്. അടുത്ത വർഷം നടക്കുന്ന 2026 T20 ലോകകപ്പിലേക്കാണ് ഇപ്പോൾ ഇറ്റലി യോഗ്യത നേടിയിരിക്കുന്നത്. ഇറ്റലിക്ക് പുറമെ നെതർലാൻഡ്സും യോഗ്യത നേടിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന്. നിലവിൽ 15 ടീമുകളാണ് T20 ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. ചെയ്തു ഓക്കെ കിലാഫെ, അപ്പോൾ ഫുട്ബോളിലെയും ടെന്നീസിലും അടുത്തിടെ ടെന്നീസിലും ഒക്കെ പേര് ഉറപ്പിച്ച ഇറ്റലി ഇനി ക്രിക്കറ്റിൽ കൂടി ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കിലാഫാണ് അപ്പോൾ ഈ വിഷയമൊക്കെ പറഞ്ഞ് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അങ്ങനെ എല്ലാ തരങ്ങളിലും പുതിയ ചരിത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുകയാണല്ലേ. ഈ പറഞ്ഞ പോലെ ഇറ്റലി ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഫുട്ബോളിൽ അവർ വമ്പന്മാരാണ്. ഇപ്പോൾ തൊട്ടടുത്താണ് ടെന്നീസിലും. ഇനിയിപ്പം ഒരു കൈ നോക്കുകയാണ് ക്രിക്കറ്റിലും കൂടി. ഈ